കട്ടി കട്ടി അത് കട്ടി അത്രയൊന്നും വേണ്ട കട്ടി ഇന്നെങ്ങാനും വെട്ടി തീരുവോ കുറേ നേരെ തിന്നണല്ല. അതൊന്നും അത്രയും വേണ്ട. എക്സ്പ്രഷനൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. എൻ്റെ സംശയം ഇവൻ എൻ്റെ ഡയറക്ഷൻ കയറി മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ്റെ മുന്നിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയൊക്കെ ചെയ്തത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കയറ്റൂല. അളിയൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു ആ റോള്. അപ്പം ആര് ഡയറക്റ്റ് ചെയ്യും? അത് ഈ ക്യാരക്ടർ ഇത്രയും താടി പറ്റില്ല. താടി പഠിച്ചാ പോരെ. താടിയില്ലാത്ത ഡയറക്ടറോ? അത് പോട്ടെ, സാറ്റലൈറ്റിൻ്റെ കാര്യമോ? കുറച്ചൊക്കെ റിസ്ക് എടുക്കണം എൻ്റെ പൊണ്ണ് മാധ്യമമേ. അതെ വിജയേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലെ 1-2 ഷോട്ട് വേറെ ആംഗിൾ ഒന്ന് എടുക്കേണ്ടി വരും. നമുക്കൊരു ഹാഫ് ഡേ വിജയേട്ടൻ വിചാരിച്ചാണ് നടക്കും. ഞാൻ വിചാരിക്കത്തില്ല. മര്യാദക്ക് ഷൂട്ടുള്ളപ്പോൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ ഷൂട്ടില്ലാത്തപ്പോ അവന്റെ 3 പടമാണ് അടുത്ത് ചീറ്റ് ചെയ്തത്. പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി. സാറ്റലൈറ്റ് OTT വകയായിരുന്നു. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം. പടം എന്താവും ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്നാ ഞാൻ വിൽക്കാം. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും. 100 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കഴപ്പ് തീർന്നിട്ടില്ല. വിളിച്ച് നോക്കാല്ലേ? എനിക്ക് എന്റെ പൊന്ന ധ്യാനം നടക്കില്ല നടക്കില്ല നടക്കില്ല. ഒരു കാരണവശാലും നടക്കില്ല. ഇവിടെ കോച്ച് സാറിന്റെ പടം തുടങ്ങാണെന്ന് 70 days അനങ്ങാൻ പറ്റത്തില്ല. അറിയാലോ, പുള്ളിക്കാരൻ മൊത്തം വേറൊരു ലൈനാണ്. പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല. നമുക്ക് ഇതൊന്ന് കഴിയട്ടെ, ഞാൻ വിളിച്ചോളാം കേട്ടോ. അല്ല ധ്യാനേ, അന്ന് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരന്നൊക്കെ പറഞ്ഞാണല്ലോ. പിന്നെ എന്ത് പറ്റി? ഹലോ, കട്ട് ചെയ്തു. ഹലോ, എന്താ സാർ? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ശരി, പോ. നിന്റെ ഏട്ടായി കോഫി. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഒന്ന് പൊളിച്ചു നോക്കി. എന്താണ് നോക്ക്. സ്ലേറ്റ് ആണോ? ആ, ഗുച്ചിയുടെ ഒരു കട്ടിംഗ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായി. ചിലപ്പോൾ അതായിരിക്കും. ലേനി, ആ, നമ്മുടെ പുതിയ സെക്യൂരിറ്റി കണ്ടാ? ഉത്തമനല്ല. ഗുഡ് മോർണിംഗ് ബോയ്സ്. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിഗ് ഗുഡ് ബോസ്. മോർണിംഗ്. എന്താണ്? ഓ, ഗേൾസ് ഉണ്ടായിരുന്നോ? പെയിൻ ഇൻ ദാസ്. ദിസ് ഈസ് നോട്ട് ഫെയർ അൾട്ടിമേറ്റ്ലി. ഇതാണോ ഈ പടം കണ്ടൊരു 1.5 വർഷമെങ്കിലും ഉണ്ടാവില്ലേ? അതെന്തായാലും ആവട്ടെ, നീ ഇവനൊന്ന് ആ ഭിത്തി കയറ്റ്. എവിടെ? അവിടെ. ഓക്കെ, സെറ്റാക്കി തരാം. ഇനി വേണ്ടതൊരു ബ്ലോക്ക് ബസ്റ്ററാണ്. ഇറ്റ്സ് ഹൈ ടൈം. അതിനെ ഇങ്ങനെ വെറുതെ ഇരുന്നാ പോരാ, കുറച്ചുകൂടി നല്ല ഇമാജിനേഷൻ വേണം. എന്തുവേണമെന്ന് പറഞ്ഞത്? ഓക്കെ, കം ടു ദ പോയിന്റ്. കോച്ച് സാർ ഈസ് വെരി പങ്ക്ച്വൽ. 9 o'clock ഷാർപ്പ് വിത്ത് മേക്കപ്പ് റെഡി ആയിട്ടിരിക്കണം. പിന്നെ ഇന്നലെ ഞാൻ തന്ന സീനും ഡയലോഗൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. മനസ്സിലായി. ഇന്നലെ ഞാൻ വെച്ച സ്ഥലത്ത് അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഡയലോഗ് അത്ര പ്രശ്നമാണോ? പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ നിൽക്കാത്ത പരിപാടിയാണ്. കുറേ കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗുകളും പിന്നെന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ. മാത്രമല്ല, കോമ്പിനേഷനിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ? ചന്ദ്രദാസ് സാർ. ഇതല്ലേ വലിയ ഡയലോഗ്.
Shall I bring into your due consideration that I am not just any other mountaineering student? The mountains are in fact made for me and I'll scale each and every one of them before my time. നീയൊക്കെ അവലാഞ്ചി വരുമ്പോൾ ട്രൗസറും പൊക്കി ഓടുന്നവന്മാരെ കണ്ടിട്ടുണ്ടാവും. അവലാഞ്ചിക്ക് മുന്നേ ഔട്ട് സ്കീ ചെയ്തു പോകുന്ന റെയർ ബീഡ്സിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനെങ്ങനെ വായും പൊളിച്ച് നിന്നാ പോരാ. റിഡ്ജ് ലൈൻസിലൂടെ സ്കീ ചെയ്യണം, എസ്കേപ്പ് റൂട്ട്സ് അറിഞ്ഞിരിക്കണം, എങ്കിലും ഒരു അവലാഞ്ചിനെ ഔട്ട് സ്കീ ചെയ്യാൻ പറ്റും. മിസ്റ്റർ റെഡ്ഡി, ആർക്കും ഒരിക്കലും ഒരു അവലാഞ്ചി ഔട്ട് സ്കീ ചെയ്യാൻ പറ്റത്തില്ല. നിരവധി പേരാണ് അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടത്. ഹേ ഓൾഡ് മാൻ, യെസ്, നിങ്ങളൊരു കോളിൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? 3000 അടിയുടെ അഹങ്കാരവും പേര് നിൽക്കുന്ന എൽ കപ്പിത്താനെ റോപ്പില്ലാതെ ഫ്രീ സോളോയിലൂടെ കീഴടക്കിയ ദി കോളിൻസ്, വൺ ആൻഡ് ഓൺലി കോളിൻസ്. സോ സിമ്പിൾ ആൻഡ് ഹംബിൾ. ഡയലോഗ് ശരിയാണല്ലോ. ഇയാളുടെ വിറയില് ദൂരം അറിയില്ലേ? താൻ അപ്പിടോ വണ്ടിയില്? യെസ്, ഐ വിൽ ഷിറ്റ്. പിന്നെ ഈ വിറയൽ, ഇറ്റ് ഹാപ്പൻസ്. കോശി സാറിന്റെ ഷൂട്ടാണ്, ആലോചിച്ച് തന്നെ തരിച്ചു കയറുക അൾട്ടിമേറ്റ്ലി. ഇയാൾക്ക് അഭിനയിക്കുന്ന എനിക്കില്ലോ ടെൻഷൻ. അതെന്തെന്നറിയോ, ഈ പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോഴേ നല്ലോണം പഠിക്കുന്ന പിള്ളേർക്ക് ടെൻഷൻ കാണില്ല, ഒട്ടും പഠിക്കാത്ത പിള്ളേർക്ക് ടെൻഷൻ കാണില്ല. ഡാടാ, ഒരുപാട് അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ടെൻഷൻ കാണില്ലല്ലോ. ആ, അതാണ്. കോച്ച് സാറിന്റെ ഈ പടം എങ്ങനെയാ വർക്കൗട്ട് ചെയ്തതെന്ന് നിനക്കറിയില്ലല്ലോ. പ്രൊഡ്യൂസേഴ്സിനെ ചാക്കിട്ടു, ഫിനാൻസിയേഴ്സിനെ വളച്ചു, പിന്നെ സകലമാന തെണ്ടുകളെ കൊണ്ട് അവിടുന്ന് വിളിച്ച് പ്രഷർ കൊടുത്തിട്ടാണ് കോച്ച് സാർ ഈ പടത്തിൽ ഇവന് ഹീറോ ആക്കിയത്. അറിയാലോ? ഓ, കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് സകല ജൂറി മെമ്പേഴ്സിനെ കൊണ്ട് ഞാൻ ഈ ഡേവിഡിന് വേണ്ടി വോട്ട് ചെയ്യിപ്പിച്ചതാ. എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടുത്തം കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത്. സീനിയർ അല്ലേ, അയാളുടെ മരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മറച്ചു കുത്തി. സംഭവം സുരാജ് കൊണ്ടുപോകും ചെയ്തു. അത് പോട്ട് വലിച്ചടാ. പോട്ടെ, പോയി. ആ വാടക നമ്മൾ പിന്നെയും മേടിക്കുന്നത്. അങ്ങ് ഡൽഹിന്ന് മേടിക്കും, നാഷണൽ മേടിക്കും. കടിച്ച ഒമ്മനെ കൊണ്ട് തന്നെ നമ്മൾ പെഷോർ. മേക്കപ്പ് തുടങ്ങില്ലേ? ഇല്ല, വിളിച്ചില്ല. വിളിക്കാം. ആളെന്തി? വാ വാ വാ. ആ ചേട്ടാ, സുഖല്ലേ? ആ ഒരു ജലദോഷമുണ്ടോ? പൊടിയുടെ പൊടിയുടെയാണല്ലേ? എന്തായി ചേട്ടൻ്റെ സിനിമ? സ്ക്രിപ്റ്റ് ഒക്കെ ലോക്ക്ഡാണ്. ഇനി ഗോപാൽ സാർ ദുബായിൽ നിന്ന് വരണം, ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം, പിന്നെ അരുണിനെ ഒന്ന് കാണണം. അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ. അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും. മലയൊക്കെ കയറി ഇറങ്ങി വരട്ടെ. ഞാൻ ചെയ്യട്ടെ? എന്ത് രണ്ടും, ആക്ടിങ്ങും പ്രൊഡക്ഷനും. അത് വേണ്ട ഡേവിഡ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇൻ്റർഫിയറൻസ്. രണ്ടാമത്തെ കാര്യം, ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ, ഒരു സാധാരണക്കാരൻ, ഇത്രയും സുന്ദരനല്ല. പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ വലിയ പാടാ. ഡേവിഡായി ഞാൻ ഈ സീൻ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം. ഡേവിഡിൻ്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹകനാണ്, അറിയാമല്ലോ. നേപ്പാളിൽ വർഷങ്ങളായിട്ടൊരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേർഡ് കൺഫ്രണ്ട് ചെയ്യുന്ന സന്ദർഭമാണ്. വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു സംഭാഷണ രംഗമാണ് നിങ്ങൾ. ഈ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്? ഇതല്ലല്ലോ ആ സീനല്ല ആദ്യം എടുക്കുന്നത്. കോച്ച് സാറിൻ്റെ സ്വഭാവം അറിയാമല്ലോ, മൂടനുസരിച്ച് മാറും. ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതിൽ ഡേവിഡിന് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ? സ്ക്രിപ്റ്റ് എനിക്ക് ഭയ കേട്ടോ. എന്താ കുഴപ്പം? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കുട്ടിയിടം വന്നോ? എപ്പോഴേ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കില്ലേ? ഒന്ന് സ്പീഡാക്കിയേക്കണം. ഓ മോനെ അവിടെ പടയം നിന്നോളെ, പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ടോ? നീ കാരണം കേട്ട നീ ഇപ്പഴത്തെ ചീഫ് അസോസിയേറ്റ് അല്ലേ? എന്നാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കയറ്റിയാൽ മതി. ഇങ്ങനൊന്നും അനാവശ്യമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല.